സുചേട്ടാ നമസ്കാരം. നമസ്കാരം. സുചേട്ടാ, കഴിഞ്ഞ ദിവസം വെസ്റ്റ് ബംഗാളിൽ നിന്ന് രാജ്യം സമ്പൂർണ്ണമായി ചർച്ച ചെയ്ത ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ആ വാർത്ത നമ്മുടെ ഡിഫൻസ് സെക്ടറിന് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വാർത്തയാണ്. വെസ്റ്റ് ബംഗാളിന്റെ ഒരു ബഡ്ജറ്റ് കഴിഞ്ഞ ദിവസം പുറത്ത് വരികയുണ്ടായി. ആ ബഡ്ജറ്റിൽ ഒരു എയർ ബേസിന് അവിടെ 25 ഏക്കർ സ്ഥലം അനുവദിച്ചിട്ടുണ്ട് എന്ന വാർത്തയാണ് രാജ്യത്ത് കോളിളക്കം സൃഷ്ടിച്ചത്. വെസ്റ്റ് ബംഗാളിലെ സുവേന്ദു അധികാരിയുടെ ഭരണത്തിൽ നമ്മുടെ ഈ ബംഗ്ലാദേശും ചൈനയുടെയും ബോർഡറിന്റെ അടുത്ത് ഈ എയർബേസിന് സ്ഥലം അനുവദിക്കുക എന്നുള്ളത് ഈ ഒരു ോളം തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നമുക്കെല്ലാം അറിയാം. വെസ്റ്റ് ബംഗാൾ ഈസ് അഡ്വാൻസിംഗ് മൾട്ടിപ്പിൾ 25 ഏക്കർ പ്രോജക്ട്സ് ടു ബൂസ്റ്റ് ഡിഫൻസ് ടെക് ആൻഡ് ടൂറിസം എന്നുള്ളതാണ് ആ വാർത്ത. Key state developments include allocating land to the Hazimara Air Force Station, developing a cultural hub in Newtown, Kolkata, and the operation of the Digga Jagannath Temple എന്നുള്ളതാണ് വാർത്ത. ഈ ബംഗ്ലാദേശിനും ചൈനയ്ക്കും ഇടയിലുള്ള ഈ ഒരു വേണ്ടിയുള്ള ഈ ഡിഫൻസിന് വേണ്ടിയുള്ള ഈ എയർബേസ് ഇപ്പം നിർമ്മിക്കുന്നതിന്റെ ഒരു പ്രാധാന്യം നമുക്ക് ചർച്ച ചെയ്യണം. രണ്ടാമത്തെ കാര്യം, ഈ എയർബേസിൽ ഇപ്പൊ തന്നെ അത് എയർബേസ് ബഡ്ജറ്റ് പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ഇപ്പൊ അവിടെ പണി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. പിന്നെ നമ്മുടെ ഡിഫൻസ് അനലിസ്റ്റുകൾ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ബ്രഹ്മോസ് മിസൈലുകൾ വിന്യസിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ്. അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ നേരത്തെ ഒരു വാർത്ത ചർച്ച ചെയ്തത് ബിജുചേട്ടൻ നമ്മൾ പ്രേക്ഷകർ ഓർക്കുന്നുണ്ടായിരിക്കും. അത് ഭൂട്ടാൻ വഴി ബംഗ്ലാദേശിനെ ചുറ്റി ഒരു റെയിൽവേ ലൈൻ വരാൻ പോകുന്നു എന്നുള്ളതാണ്. ആ റെയിൽവേ ലൈൻ വരുമ്പോൾ അതിനോടനുബന്ധിച്ച് മറ്റൊരു വാർത്ത പുറത്തു വന്നത്, നമ്മൾ ഈ ട്രെയിനിൽ നിന്ന് വിന്യസിക്കാവുന്ന മിസൈല് പരീക്ഷിച്ചു. അതും ഈ വാർത്തയും കൂടെ നമ്മൾ ചേർത്ത് വായിക്കണം. കാരണം ഈ ബംഗ്ലാദേശ് റൗണ്ട് ചെയ്ത് റെയിൽവേ ലൈൻ വരുന്നു, നമ്മൾ ആ സമയം തന്നെ ട്രെയിനിൽ നിന്ന് വിന്യസിക്കാനുള്ള മിസൈൽ പരീക്ഷിക്കുന്നു. പക്ഷെ ഈ റെയിൽവേ ലൈൻ വരാനായി സമയമെടുക്കും. ആ സമയമെടുക്കുന്ന ഈ സാഹചര്യത്തിൽ ഇപ്പൊ നമ്മൾ അതിന്റെ പണിയിലേക്ക് കടന്നിട്ടേ ഉള്ളൂ. പക്ഷെ ഇതിന് സമയമെടുക്കും. 2-3 വർഷങ്ങളാണ് അന്ന് തന്നെ പറഞ്ഞതെന്നാണ് എന്റെ ഓർമ്മ. പക്ഷെ ഇപ്പോ വളരെ സ്പീഡിൽ നമ്മൾ ഈ എയർബേസ് വികസിപ്പിക്കുകയാണ്. പോരാത്തതിന് അവിടെ ബ്രഹ്മോസ് വയ്ക്കാനായിട്ട് നമ്മൾ ശ്രമങ്ങൾ നടത്തുകയാണ്. ഇത് ചൈനയ്ക്കും കൂടെ ഉള്ള ഒരു താക്കീതാണ്, ബംഗ്ലാദേശിന് മാത്രമല്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ ഒരു എയർബേസ് വളരെ സ്പീഡിൽ വികസിക്കുന്നത് നമ്മൾ ഏത് രീതിയിൽ കാണണം? ഇതെങ്ങനെയാണ് നമ്മൾ ഇത് വിലയിരുത്തേണ്ടത്? 2 എയർപോർട്ടുകൾ, അതായത് ഈ മമതാ ബാനർജി തടഞ്ഞു വെച്ചിരുന്നു. ഇതിന്റെ ശരിക്കും വ്യോമത്താവളം ഉണ്ട് അവിടെ. അതിന്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥലം വിട്ടുകൊടുത്തില്ല. അതിലൊന്ന് ഈ ഹസിമാര എന്ന് പറയുന്ന വ്യോമത്താവളം 25 ഏക്കറാണ് ഇപ്പോൾ സുവേന്ദു അധികാരി എക്സ്ട്രാ വിട്ടുകൊടുത്തത്. രണ്ടാമത്തേത് കലേക്കുണ്ട എന്ന് പറയുന്നിട്ടുള്ള ഒരു വ്യോമത്താവളം 37 ഏക്കർ വിട്ടുകൊടുത്തു. ഈ 2 വ്യോമത്താവളം, ഈ 2 വ്യോമത്താവളത്തിന് പ്രത്യേകത ഉണ്ട്. ഈ പറയുന്ന ഹസിമാര എന്ന് പറയുന്നത് നമ്മുടെ സിലിഗുരി ഇടനാഴിക്ക് സമീപമാണ്. ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഈ സിലിഗുരി ഇടനാഴി വളരെ പ്രധാനപ്പെട്ടതാണെങ്കിൽ പോലും അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരെണ്ണമുണ്ട്. ധനുഷ് ഇപ്പൊ പറഞ്ഞത് ഭൂട്ടാൻ വഴിയുള്ള ഒരു റെയിൽവേയുടെ കാര്യമാണ്. അതിനു മുമ്പ് നമ്മൾ മ്യാൻമാറിലെ സ്വിറ്റ്വേ തുറമുഖത്തേക്ക് ഒരു റെയിൽ പണിത് ആ സ്വിറ്റ്വേ തുറമുഖത്തിന്റെ ഏതാണ്ട് ഉദ്ഘാടനത്തിന് അടുത്തെത്തി നിൽക്കുകയാണ് നമ്മൾ. അപ്പൊ സ്വിറ്റ്വേ തുറമുഖത്തിനും കൂടെ സംരക്ഷണം നൽകണമെങ്കിൽ, കാരണം ആ റൂട്ട്, അതായത് മ്യാൻമാറിൽ കൂടെയാണ് അത് പോകുന്നത്, മറ്റേ നമ്മുടെ അരക്കൻസിന്റെ ഇടയ്ക്കൂടെയാണ് ഈ സാധനം പോകുന്നത്. അപ്പോൾ ആ പോകുന്നതിന്റെ കൂടെ സംരക്ഷണം നൽകണമെങ്കിൽ ഉറപ്പായിട്ടും ഈ ഹസിമാര എന്ന് പറയുന്ന വ്യോമത്താവളം ഉണ്ട്. നിലവിൽ ഇപ്പോൾ കേൾക്കുന്ന വാർത്ത ഇവിടെ S-400 വിന്യസിച്ചിട്ടുണ്ട് എന്നാണ്. ഈ ഹസിമാര എയർപോർട്ടിൽ S-400 വിന്യസിച്ച് കഴിഞ്ഞിരിക്കുന്നു. രണ്ടാമത്തേത് കലേക്കുണ്ടയാണ്. ഈ കലേക്കുണ്ട എന്ന് പറയുന്നത് ഈ സിലിഗുരി ഇടനാഴിക്ക് അടുത്താണ് എങ്കിൽ പോലും ഇതിന്റെ എയിം എന്ന് പറയുന്നത് ചൈനയാണ്. ഇത് ചൈനയുടെ ബോർഡറാണ്. ചൈനയുമായി ചേർന്ന് കിടക്കുന്ന ചൈനയുടെ ഒരു ബോർഡറിന്റെ ഭാഗമായിട്ട് വരും ഇത്. അവിടെയാണ് ഈ ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ളത് വിന്യസിക്കാൻ പോകുന്നത്. കാരണം ഇതൊരു അനിവാര്യമായ ഘടകമാണ്. കാരണം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്താനായിട്ട് വളരെയധികം, കാരണം നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തുക അസാധ്യമായ ഒരു കാര്യമാണ്. അതായത് ജിയോഗ്രഫിക്കലി കുട്ടിങ് സൗത്ത് എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ അടർത്തിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ള കേസാണ്. പക്ഷെ ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ കമ്മ്യൂണിക്കേഷനും ഒപ്പം തന്നെ ഗതാഗതവും നമുക്ക് വളരെ നിഷ്പ്രയാസം ഇല്ലാതാക്കാൻ കഴിയും, ഏത് രാജ്യം ഒന്ന് ഫോഴ്സ് ചെലുത്തി കഴിഞ്ഞാൽ. അങ്ങനെയായിരുന്നു മുമ്പ് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ. കാരണം നമുക്കറിയാം, ഈ എപ്പോഴും പ്രവചിക്കാൻ പറ്റാത്ത കാലാവസ്ഥ ഉള്ള ഒരു ഇടങ്ങളാണ് ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്ന് പറയും. മണിപ്പൂർ ആയാലും ഷില്ലോങ് ആയാലും അല്ലെങ്കിൽ അസാം ആയാലും ഒക്കെ തന്നെ. അപ്പോൾ ഒരു മരം വീണുക, അല്ലെങ്കിൽ മലയിടിഞ്ഞ് വീഴുക, പാറക്കെട്ടുകൾ വരിക, വെള്ളപ്പൊക്കം വരിക, ഇതൊന്നും നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത സാഹചര്യം. അപ്പോൾ തന്നെ ആ സംസ്ഥാനങ്ങൾ ഈ രാജ്യവുമായി ഒറ്റപ്പെട്ടു പോകും. കമ്മ്യൂണിക്കേഷനും ഇല്ല, ഒരു ട്രാൻസ്പോർട്ടേഷനും ഒന്നുമില്ല. അവിടെ നിന്ന് മാറി വലിയ റോഡുകളായി,
വിമാനത്താവളങ്ങളായി, വലിയ സൗകര്യങ്ങളിലേക്ക് നമ്മൾ പോയി. പക്ഷെ അപ്പോഴും പ്രകൃതിയുടെ ചില പ്രശ്നങ്ങൾ ഉണ്ട് നമുക്കവിടെ. അതിലൊന്ന് ഈ സിലിഗുരിയാണ്. ഈ സിലിഗുരി, ഇടനാഴി എന്ന് പറയുന്നത് ഈ ചിക്കൻ നെക്ക് പറയുന്ന ആ ഭാഗങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് നിർണായകമാണ്. കാരണം ബംഗാളും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുമായി യോജിപ്പിക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഇടനാഴി കൂടിയാണത്. അവിടെ കണക്ട് ചെയ്യാനുള്ള പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ പോകാനുള്ള, അതിനു വേണ്ടിയിട്ട് നമ്മൾ പാരലായിട്ട് ഒരുപാട് കണക്ഷൻസ് വരുന്നെങ്കിലും ഇത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ കുറെ കാലമല്ല, ശ്രീ നരേന്ദ്രമോദി അധികാരത്തിലേറിയപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞൊരു വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ നമ്മുടെ ഭാരതാംബയുടെ തലയിലെ കിരീടത്തിലെ രത്നങ്ങളാണ്. അപ്പൊ അതിനാണ് നമ്മൾ ഇനി ഡെവലപ്മെന്റ് കൊടുക്കണം. അവിടെയാണ് ഡെവലപ്മെന്റ് വരേണ്ടത്, വടക്കിഴക്കൻ സംസ്ഥാനം. അവിടെ ഡെവലപ്മെന്റ് വന്നു കഴിഞ്ഞാൽ ഭാരതം വലിയ നിലയിലേക്ക് ഉയരുക തന്നെ ചെയ്യും. കാരണം ഇതുവരെ അതൊരു എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അവിടുത്തെ ധാതുക്കളായാലും അവിടുത്തെ കാർഷിക ഇതായാലും ഒന്നും തന്നെ ഇത് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് വലിയ സാധ്യതകൾ അവിടെയാണ് എന്ന് അമിത്ഷായും മോദിയും പറയുക മാത്രമല്ല, ഒരുപാട് പ്രൊജക്ടുകളാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സ്ഥലം ഇപ്പോൾ വടക്കിഴക്കൻ സംസ്ഥാനമാണ്. അവിടെയാണ് ഇത് തടയിടാൻ വേണ്ടിയിട്ടാണ് മമത വളരെ കാലമായിട്ട് അവിടെ യാതൊരുവിധ ഈ സൈന്യത്തിന്റെയും കേന്ദ്രത്തിന്റെയും വികസന പ്രവർത്തനങ്ങൾ വരുമ്പോൾ, പ്രത്യേകിച്ച് സുരക്ഷയുമായി ബന്ധപ്പെട്ട് വികസന പ്രവർത്തനങ്ങൾ വരുമ്പോഴൊക്കെ മമതാ ബാനർജിയാണ് തടയിടുമായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറിയിരിക്കുന്നു. ഇപ്പോൾ കാരണം നമുക്കറിയാം പടിഞ്ഞാറൻ അതിർത്തികളിലൊക്കെ നമ്മൾ ഏതാണ്ട് 12ഓളം ആണവ പോർമുലകൾ വിന്യസിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് നേരത്തെ റിപ്പോർട്ട് വന്നത്. ഇന്ത്യ അത് എവിടെയൊക്കെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാനുള്ളതേ ഉള്ളൂ. കാരണം അത് ഏത് രാജ്യത്തിനെതിരെ ആയിരിക്കും എന്നുള്ളത് ഊഹിക്കാനുള്ളതേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ നമ്മുടെ കിഴക്കൻ മേഖല കൂടെ നമ്മൾ സുരക്ഷിതമാക്കുന്നതിന്റെ പേരിൽ ഇപ്പോൾ നമ്മൾ വളരെ തിരക്ക് പിടിച്ചിട്ട് തന്നെ S-400 ഇപ്പോൾ ഒരു 4-5 S-400 വളരെ തിരക്ക് പിടിച്ച് ഇവിടെ എത്തിക്കുകയുണ്ടായി. അത് എന്തിനാണെന്ന് ഏവർക്കും അറിയാം. കാരണം ഇത്ര തിരക്ക് പിടിച്ച് ഇവിടെ എത്തിക്കേണ്ട ഒരു അടിയന്തര സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ ഏത് നിമിഷവും ഒരു യുദ്ധത്തിനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴും. ഒന്നുകിൽ അത് പാകിസ്ഥാനുമായിട്ടായിരിക്കും, ഇല്ലെങ്കിൽ പാകിസ്ഥാനുമായിട്ടാണെങ്കിലും അല്ലെങ്കിലും ബംഗ്ലാദേശിന്റെ ഭാഗത്തു നിന്ന് നീക്കങ്ങൾ ഉണ്ടാകും. കാരണം അവിടെ അവരുടെ പട്ടാള ഓഫീസർമാർ വരുന്നുണ്ട്, ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, അവരവിടെ ചില താവളങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ അനവധി കാര്യങ്ങളുണ്ട്. അതിനിടയ്ക്ക് ബംഗാൾ ഉൾക്കടലിൽ കൊണ്ടുവന്നിട്ട് അവരുടെ അന്തർവാഹിനി ഡോക്ക് ചെയ്യാനുള്ള ശ്രമം നടക്കുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു. ഈ സാഹചര്യത്തിൽ വേണം നമ്മൾ ഇതിനെ നോക്കിക്കാണാൻ. നിലവിൽ അവിടെ S-400 വിന്യസിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ബ്രഹ്മോസ് വിന്യസിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ശക്തമായ ഒരു മുന്നറിയിപ്പാണ് അയൽ രാജ്യങ്ങൾക്ക് നൽകുന്നത്. കാരണം ഞങ്ങളിത് സൂക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്, ഇവിടുന്ന് ഒരു ഇഞ്ച് മണ്ണ് വിട്ടുകൊടുക്കില്ല എന്ന് മാത്രമല്ല, ഇവിടെ എന്തെങ്കിലും ഡാമേജ് സൃഷ്ടിക്കാൻ വരുന്നവർക്ക് കനത്ത തിരിച്ചടി ഞങ്ങൾ നൽകും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു സൂചനയായിട്ട് തന്നെയാണ് ഇതിനെ കാണുന്നത്. കാരണം ഒരു രാജ്യവും, കാരണം അതിനകത്ത് മിത്രങ്ങൾ, കാരണം ഇതിനു മുമ്പൊന്നും ബംഗ്ലാദേശിന്റെ അതിർത്തിയിൽ നമ്മൾ അത്ര വലിയൊരു സൈനിക വിന്യാസം ഒന്നും നടത്തിയിരുന്നില്ല. ശരിക്കും തുറന്നു മലർന്നു കിടന്ന ഒരു അതിർത്തി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ബംഗ്ലാദേശിൽ ഇവിടെ വരാനും ഉണ്ടായ ഒരു കാരണം. ഇപ്പോൾ അതെല്ലാം നമ്മൾ തിരികെ പിടിക്കുന്നു കുറച്ചുകൂടെ. കാരണം ഇതൊരു ഫൈറ്റിലേക്ക് പോകാൻ എല്ലാ സാധ്യതകളും ഉണ്ട്, ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഈ വേലികെട്ടലുമായി ബന്ധപ്പെട്ട് തന്നെ തർക്കങ്ങൾ അനവധി നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പലായനവുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ അതിർത്തിക്ക് അപ്പുറത്തുള്ള ഭീകരവാദ ക്യാമ്പുകൾ സജീവമാണ്. ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകൾ ഏത് നിമിഷവും വലിയ അറ്റാക്കുകൾക്ക് തയ്യാറെടുത്ത് നിൽക്കുന്നു. പിന്നെ ഇപ്പോൾ അവിടുത്തെ സർക്കാർ, ഇപ്പോൾ അദ്ദേഹം ആദ്യത്തെ വിദേശയാത്ര തന്നെ നടത്തുന്നത്, താരിഖ് റഹ്മാൻ ആദ്യത്തെ വിദേശയാത്ര നടത്തുന്നത് മലേഷ്യയിലേക്കും ചൈനയിലേക്കുമാണ്. ഇന്ത്യയാണ് ആദ്യം ക്ഷണിച്ചത്, സാധാരണ ഇന്ത്യയിലേക്കാണ് വരുന്നത്. ഇപ്പൊ അതും ആ ഒരു പതിവ് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മളുമായിട്ട് അവർക്ക് തർക്കം, ഗംഗാജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിൽക്കും, അണക്കെട്ട് കെട്ടുന്ന ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിൽക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ചൈനയുടെ വലിയ രീതിയിലുള്ള ഇടപെടൽ ബംഗ്ലാദേശിലുണ്ട്. ഇതെല്ലാം നമ്മൾ കൂട്ടി വായിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇതൊരു വലിയ നീക്കം, ഇല്ലെങ്കിൽ വലിയ വാർത്ത എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇതൊക്കെ പണ്ടേ ചെയ്യാമായിരുന്നു. മമത അതിനെ തടയിട്ടത് കൊണ്ട് മാത്രമാണ് വൈകിയത്. പക്ഷെ വൈകിയെങ്കിലും എന്താണ് തമിഴിൽ നമ്മൾ പറയത്തില്ല, ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആയിട്ട് വരും എന്ന് പറയുന്നത് പോലെ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ അതിനെ എത്തിച്ചിരിക്കുന്നു. S-400 വിന്യസിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ ബ്രഹ്മോസ് വിന്യസിക്കാൻ പോകുന്നു. അതായത് ശക്തമായ തയ്യാറെടുപ്പിലാണ് ഇന്ത്യ എന്ന് നമുക്ക് പറയേണ്ടി വരും.